അപ്രതീക്ഷിതമായി സാബിയെ ടീമിൽ നിന്നും പുറത്താക്കുന്നു. ഇനി ആര് ആ ഇരിപ്പിടത്തിലേക്ക് വരും? എന്നാൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നില്ല. റയൽ ഒടുക്കം തങ്ങളുടെ പുതിയ ഹെഡ് കോച്ചിനെ നിയമിച്ചിരിക്കുന്നു. കേട്ട് പരിചയമില്ലാത്തൊരാൾ, റയലിൻ്റെ യൂത്ത് ടീം കോച്ചായ അൽവാരോ അർബലോവ. നാൽപ്പത്തിരണ്ടുകാരനായ അദ്ദേഹം 2025 ജൂൺ മുതലാണ് കാസ്റ്റിലയുടെ പരിശീലകനായത്. 2020 മുതൽ തൻ്റെ പരിശീലക ജീവിതം മുഴുവൻ റയൽ മാഡ്രിഡിന് വേണ്ടി ചിലവഴിച്ചു. 2020-21 സീസണിൽ അണ്ടർ 40 ടീമിനെ പരിശീലിപ്പിച്ച അദ്ദേഹം അവരെ കിരീടത്തിലേക്ക് നയിച്ചു. അണ്ടർ 90 ടീമിൻ്റെ പരിശീലകൻ എന്ന നിലയിൽ 2022-23 സീസണിൽ ലീഗ്, കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് കപ്പ് ട്രെബിളും 2024-25 സീസണിൽ ലീഗ് ടൈറ്റിലും അയാൾ സ്വന്തമാക്കി. ഒരു കളിക്കാരൻ എന്ന നിലയിലും അൽവാരോ റയലിൻ്റെ സുവർണ കാലഘട്ടത്ത് ബൂട്ട് കെട്ടിയവനായിരുന്നു. 2009-നും 2016-നും ഇടയിൽ 238 മത്സരങ്ങളിൽ അയാൾ ലോസ് ബ്ലാങ്കോസിൻ്റെ തൂവെള്ള ജേഴ്സി അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലയളവിൽ അദ്ദേഹം 8ഓളം ട്രോഫികൾ സ്വന്തമാക്കി. 2 യൂറോപ്യൻ കിരീടങ്ങൾ, ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ്, ഒരു യുവേഫ സൂപ്പർ കപ്പ്, ഒരു ലാലിഗ കിരീടം, 2 കോപ്പ ഡെൽ റേ ട്രോഫികൾ, ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നിങ്ങനെയായിരുന്നു അൽവാരയുടെ നേട്ടങ്ങൾ. 2010-ൽ സ്പെയിനിൻ്റെ ഫിഫ ലോകകപ്പ് നേടിയ ടീമിലും 2008-ലും 2012-ലും യൂറോ കപ്പ് നേടിയ ടീമിലും അംഗമായിരുന്നു. അൽവാരോ അർബലോവോ എത്ര കാലം ടീമിനായി പരിശീലക വേഷമണിയുമെന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കീഴിലുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ഥിതിഗതികൾ കണക്കാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ടുള്ള പോക്കുകൾ. ഇത്രയും കാലം റയലിനെ കണ്ടു മനസ്സിലാക്കിയും കൂടെ നടന്ന ഒരാൾക്ക് മറ്റെല്ലാവരെക്കാളും ടീമിനെ പുരോഗതിപ്പെടുത്താൻ കഴിയുമെന്ന കാര്യം സംശയമില്ല. അറിയില്ല ഇനി യോഗം എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഒരുപാട് സൂക്ഷ്മതയോടെ, അതിൽ എവിടെയോ ഒരു ചെറിയ ഭീതിയോടെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുണ്ടായിട്ടും എവിടെയാണ് പിഴക്കുന്നതെന്ന് ഒരു നിമിഷം നാം ഏവരും ചിന്തിച്ചു പോയിരിക്കണം. വിമർശനങ്ങളോ പരിഹാസങ്ങളോ വേണ്ട. കാരണം അന്നൊരിക്കെ അർജന്റീനയിലും സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. പരിശീലക കുപ്പായത്തിൽ വാഴ്ത്തപ്പെടാൻ ഒന്നുമില്ലാത്ത ലയണൽ സ്കലോണി, അയാളുടെ വരവോടുകൂടി പിന്നീട് നടന്നത് ചരിത്രമല്ലേ? അനുഭവസമ്പത്തും മറ്റു നേട്ടങ്ങളും നിയോഗത്തിലേക്കുള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എന്നാൽ അതിനപ്പുറം വിധി എന്നൊന്നുണ്ട്. അവിടെയാണ് പല പ്രമുഖരും തോറ്റുപോകുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത ചിലർ വരും. വിജയിച്ചു പോകുന്നതും അവിടെ തന്നെയാണ്. ലോകത്തിലെ മികച്ച പരിശീലകന്മാരുടെ പട്ടികയിൽ സാബിയുടെ പേരുണ്ടായിട്ടും പിന്നെ അയാൾക്ക് പിഴച്ചത് എവിടെയാണ്? സാബിയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്, വിധി. അൽവാരോ അർബലോവോ എങ്ങനെയാണ് റയലിന് മേൽ തന്ത്രങ്ങൾ പണിയുന്നതെന്ന് കണ്ടറിയാം. റയലിന് പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അർബലോവക്ക് സാധിക്കുമോ? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.